നോക്കടാ വിഷ്വൽ ബ്യൂട്ടി ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിന്റെ കൂടെ പുതിയൊരാളും കൂടി ഉണ്ട്. ഇതാരാ മനസ്സിലായി നിങ്ങൾക്ക്? ആരാ പറഞ്ഞു കൊടുക്ക്. ഞാന് റബിബാന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, ചില വീഡിയോസിൽ കേട്ടോ. കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, കുറെ വീഡിയോസിൽ തിരിച്ചാനാ. അപ്പൊ ഞങ്ങൾ ഇന്ന് എങ്ങട്ടാ പോണത് എന്നറിയോ? ഞങ്ങളുടെ സ്കൂളിൽ, പഴയ സ്കൂളിലോട്ട് പോവാണ്. ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് ഫ്രണ്ട് ആയിട്ടുള്ള സ്കൂളിലോട്ട് പോവാണ്. എന്തിനാ പോണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വിശേഷമുണ്ട്. അതും എന്റെ കല്യാണമാണ് അടുത്ത മാസം 11-ാം തീയതി. അപ്പോൾ മാരേജിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീച്ചേഴ്സിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ ഇതിലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്കിങ്ങനെ, അത് നിങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുന്നുള്ളൂ. കുറെ നേരത്തെ ഇറങ്ങിയതാ. ഒരുപാട് ഓർമ്മകളുള്ള സ്കൂളിലേക്കാണ് ഇപ്പൊ പോണേ. അപ്പൊ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. നാണൊക്കെ വരുന്നുണ്ട് ഇൻസാനക്ക്. കാരണം എന്താ പറയുക, ഇൻസാന പണ്ട് സ്കൂളില് ഭയങ്കര പ്രോ ആയിരുന്നു. ഞങ്ങളെ സ്കൂൾ ലീഡർ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ഡൽഹിക്കൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര കർക്കശക്കാരിയൊക്കെ ആയിരുന്നു. അപ്പൊ കല്യാണമൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോ ടീച്ചേഴ്സിന് തന്നെ ചിരി വരും. ഇല്ല, നമുക്ക് ഭയങ്കര ഓർമ്മകളാട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു, നമുക്ക് രണ്ടുപേർക്കും തോന്നും അല്ലേ, 9th ഉം 10th എന്ന് പറയുന്നത് ഗേൾസ് സ്കൂളാണ്. ഈ വഴി കൂടെ ഓർമ്മ. ഞങ്ങൾ 4 ആൾക്കാരാട്ടോ. ഞങ്ങൾക്ക് പുതിയൊരു പേരുണ്ടായിരുന്നു, ന്യൂജൻ പഴങ്കഞ്ഞീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ കഞ്ഞി സ്വഭാവമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് 4 ആൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നിരന്ന് നടക്കും. എന്നിട്ട് വണ്ടിക്കാര് ചീത്ത പറഞ്ഞ ഓർമ്മ സാന എല്ലാം ഓർമ്മയുണ്ട്. ഒരുപാട് ഓർമ്മകളുള്ള സ്കൂളാണ്, വഴികളാണ് ഇത്. ഇതിങ്ങനെ നമ്മളിപ്പോ 5-6 വർഷമായി. വഴിയിലൊന്നും വ്യത്യാസമില്ല, ചാണകമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ എത്രയായി കഴിഞ്ഞിട്ട്? ഇപ്പൊ ഞങ്ങള് 10 കഴിഞ്ഞ് ഇപ്പം 6 വർഷം കഴിഞ്ഞു. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലേ വഴികൾക്ക്? കൊറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ഇത്ര വീടില്ല, പക്ഷെ പഴയ കട, പഴയ ആൾക്കാര്, എന്താ പറയാ, മിഠായിയും കാര്യങ്ങളും, അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യം, ഇപ്പോൾ നമ്മളെ കുറെ ആൾക്കാർ മറന്നിട്ടില്ല എന്നുള്ളത് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ അതിന്റെ വരികയാണെങ്കിൽ സ്ഥിരമായിട്ട് കടയിൽ മിഠായി വാങ്ങണ കടയാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ഓർമ്മയുണ്ട്. ആ കഞ്ഞി വെച്ച ചേച്ചിക്ക് ഓർമ്മ, പക്ഷെ ചേച്ചിനെ ഞങ്ങൾക്ക് ഓർമ്മ കേട്ടോ. ഞാൻ കുറെ ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുമ്പോ തന്നെ ഒരു ഭയങ്കര ഇത്. ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂളിലോട്ട് പോകുന്ന വഴിയിലുള്ള ടൗൺ. ഒരു കുഞ്ഞു ടൗണാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവളും കൈയൊക്കെ പിടിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞ് സ്കൂളിലോട്ട് പോയിരുന്ന വഴിയായിരുന്നു ഇത്. ഇപ്പം ദേ ഇവളുടെ കല്യാണം വിളിക്കാനായിട്ട് വീണ്ടും ആഫ്റ്റർ 6 ഇയേഴ്സിന് ശേഷം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഫീല്. ഞങ്ങൾ എപ്പോഴും മിഠായി വാങ്ങുന്ന ഒരു കുഞ്ഞി കടയായിരുന്നു. അവിടുത്തെ മിഠായികൾക്കും കടക്കും കാക്കാക്കും ഇപ്പോഴും ഒരു മാറ്റമില്ല. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അതിൽ കൂടെ തലയൊക്കെ ഇട്ട് നോക്കി അറിയോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ വേഗം ഓടിച്ചെന്നു. ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഒരു കടയോ അല്ലെങ്കിൽ ഉള്ള കടകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗമനോ താഴ്ചയോ ഉയർച്ചയോ ഒന്നുമില്ല. ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. മേലെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. അങ്ങേ അറ്റത്തൊരു കട കണ്ടിട്ടില്ല. ആ കടയിൽ ഞങ്ങൾ എപ്പോഴും മിഠായിയും ഫാൻസിയും ഒക്കെ വാങ്ങാനായിട്ട് പോകുന്നതായിരുന്നു. ആ ചേട്ടനും കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് വിളിച്ച് ഞങ്ങൾ കല്യാണമാണ് ഇവളുടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുഗ്രഹമൊക്കെ തന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ എന്തേ ഞങ്ങൾ സ്കൂളിലോട്ട് നടക്കുകയാണ്. സ്കൂൾ എത്താനായിട്ടുണ്ട്. ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ടീച്ചേഴ്സിനെയൊക്കെ കാണാന്ന് പറഞ്ഞപ്പോ. ഗൈസ്, നമ്മളുടെ സ്കൂളിലേക്കുള്ള വഴി രാവിലെ എന്ന് നേരം വൈകി വരും. എന്നിട്ട് ഇൻസാന സ്കൂൾ ലീഡർ ആയതുകൊണ്ട് അസംബ്ലിക്ക് ഉണ്ടാവും എണ്ണ എടുക്കാൻ എനിക്ക് അറിയില്ല. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ എണ്ണുമ്പത്തേന് റബീബ് അവിടെ നിന്ന് ഇങ്ങനെ സംഖ്യ കാണിച്ചിരും എത്രയാണെന്ന്. എന്നിട്ട് അത് പോയിട്ട് പറയും, ഇടക്ക് തെറ്റിക്കും. എന്നിട്ട് മാത്സ് ആയിട്ടുള്ള രാമേന്ദ്ര സാറ് പറയും, മാത്സ് അടിക്കുന്ന എനിക്ക് അപമാനം. ഇതാട്ടോ ഗൈസ് ഞങ്ങളെ സ്കൂള്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നില്ലേ? അമ്മ, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഉള്ളില് എല്ലാരും. അപ്പൊ നമ്മളിത് സ്കൂളിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ചമ്മലുണ്ട്, സന്തോഷമുണ്ട്, പേടിയുണ്ട്, എന്തൊക്കെയുണ്ട്. എനിക്കെന്തിനാ പേടിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവക്കാണ് ടെൻഷൻ കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് ഇനി നേരെ സ്കൂളിൽ പോയാലും തരാം. ഇനി സ്കൂളത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. വരൂ ഗൈസ്. ഹായ്, ഞങ്ങളുടെ ഗേറ്റ് അറിയുന്ന ആൾക്കാർ, ഈ സ്കൂളിൽ പഠിച്ച ആൾക്കാർ അങ്ങനെ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇതിന്റെ താഴെ കമന്റ് ഉണ്ട്. ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എല്ലാവരും കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നതാണ് ഗൈസ്. അതെ, പഴയ സ്കൂൾ ലീഡർ ഇൻസാനെ അറിയുന്നവരുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ എഴുതിക്കണ ഞങ്ങൾക്ക് അറിയില്ല. രണ്ടും കണ്ണൻപ വാഴും ഉയർക്ക് തിരുക്കറിലാണ്. ഇതൊക്കെ നിങ്ങൾ കാണണം. തമിഴ്നാട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഞങ്ങൾ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് ഓരോ എന്താ പറയാ ഓർമ്മകൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. അതെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ സ്കൂള്. ഇൻസാനോ ഓൾ ദി ബെസ്റ്റ്. കല്യാണം പറഞ്ഞിട്ടോ.
അതൊന്നും കുഴപ്പമില്ല. അതെ, യൂണിഫോം രണ്ടും വ്യത്യാസം. കല്യാണം പറയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാഫ് റൂം കയറി. സ്റ്റാഫ് റൂമൊക്കെ ഒരുപാട് മാറി ഗൈസ്. പക്ഷെ ഞങ്ങളുടെ കണക്കുമാഷായിട്ടുള്ള രാമേന്ദ്രൻ സാറും പി ടി സാറും മലയാളം പഠിപ്പിക്കുന്ന പാത്തു ടീച്ചറും ഞങ്ങളുടെ HM ആയ ഷീജ ടീച്ചറും അവരാരും മാറിയിട്ടില്ല. ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു നിലയിലെത്തിയ ടീച്ചർക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കുറേ ഗുണദോഷിച്ചു. കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒത്തിരി മനസ്സിലോട്ട് കയറി വന്ന് എനിക്ക് എല്ലാവരും കണ്ടപ്പോൾ എന്താ വന്നൊരു ഫീൽ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കല്യാണമൊക്കെ വിളിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ കുട്ടികൾ ഓടി വന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അവർ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, എൻ്റെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പം എന്താണെന്നറിയില്ല, എനിക്ക് ഒരു പ്രത്യേക സന്തോഷം വന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ അവരുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ ക്യാമറയിൽ കൂടി ഇത് കാണും എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ. കാരണം ഇതേ സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗ്യാങ്. തമാശകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാങ് എനിക്കും ഉണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷവും സങ്കടവും എല്ലാം വന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കഞ്ഞിപ്പുര. ഞങ്ങൾ ഒരുപാട് തവണ ഇവിടെ വന്നിട്ട് എത്ര ഭക്ഷണം കഴിച്ചു, എത്ര ഫുഡ് കിട്ടിയാലും ഈ കഞ്ഞിപ്പുരത്തെ ഫുഡിൻ്റെ അത്ര എത്തൂല. ഇതായിരുന്നു ഞങ്ങൾക്ക് ഒരു മടിയില്ലാണ്ട് വെച്ച് വിളമ്പി തന്നിട്ടുണ്ടായിരുന്ന അക്ക ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, മാറിയിട്ടില്ല. കണ്ടപ്പോൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു, ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തു. അക്ക പണ്ട് സ്നേഹമൊക്കെ തോന്നുമ്പോൾ നമ്മൾ ചോദിച്ചാൽ 2 മുട്ടയൊക്കെ എക്സ്ട്രാ തരാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചു. പണ്ട് ഇതേപോലെ ആയിരുന്നു ഞാൻ ഇവളും കൂടി മഴയത്ത് ഇങ്ങനെ കുടയൊക്കെ പിടിച്ചിട്ട് കൈയൊക്കെ കഴുകാൻ പോയിരുന്നൊരു സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ ഇതായിരുന്നു ഞങ്ങളുടെ വാഷ്റൂം. ക്ലാസ്സൊക്കെ കട്ടടിച്ചിട്ട് ഒരുപാട് തവണ ഞങ്ങൾ അവിടെ പോയി നിന്നിട്ടുണ്ട്. ഈ മൺസൂൺ കാലത്തൊക്കെ ഉണ്ടല്ലോ ശരിക്കും അതിൻ്റെ ഒരു വൈബ് അറിയണമെങ്കിൽ സ്കൂളിൽ പോകണം. ആ സ്കൂളുള്ള കാലത്താണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള രസം എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്ന മൂത്രപ്പുര. നമ്മളിവിടെ ഇല്ല പോയി ടോയ്ലറ്റ് പോയിട്ടുകൊണ്ടിരുന്നേ. ക്ലാസ് കട്ടടിച്ച് നിൽക്കലും ഇവിടെ തന്നെ. ക്ലാസ് കട്ടടിച്ച് ഇവിടെ നിൽക്കലുണ്ടായിരുന്നു കുറെ ഒക്കെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു 9th 10th നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അധികം +1 +2 ആ സമയത്ത് അവിടെ ഇവിടെ ഇത് നമുക്ക് കുറെ ഓർമ്മകളുണ്ട് അല്ലേ. അതെ, എന്നാലും ഇവിടെ വന്നപ്പോ എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സും കുട്ടികളൊക്കെ ഭയങ്കര അയ്യോ എനിക്ക് നാണം വന്നിട്ട്. ഇവർക്ക് ഫുള്ള് ഫാൻസ് ഇവിടെ. ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ കുറെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എടുത്തിട്ട് നമ്മള് ഇപ്പൊ തന്നെ ജാടൊന്നും കാണിക്കാൻ നിന്നില്ല. അതെ, ഞാൻ സെലിബ്രിറ്റി ആയി ഗസ്. പിന്നെ ഇന്ന് അങ്ങനെ റിവേഴ്സിനെ അറിഞ്ഞു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എനിക്കുണ്ടോ, ആളെ തിരിച്ചറിയാൻ തുടങ്ങി. അതെ ഗൈസ്, നമ്മള് ഒന്ന് ചുറ്റി കാണാൻ വിചാരിച്ചു നോക്കുമ്പോ ഫുള്ള് മഴയാണ് ഗൈസ്, ഫുള്ള് മഴയാണ്. ഇപ്പൊ ഞങ്ങളെ ഫ്രണ്ടിൽ കാണിച്ചു കേട്ടോ. ഇതാണ് ഞങ്ങള് അതിന്റെ മേലുള്ളതാണ് ഞങ്ങള് സ്കിറ്റ് ഒക്കെ കളിച്ചിന് സ്റ്റേജില്. ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മള് ആദ്യമായിട്ട് നമ്മള് കാണുന്നത്. ആദ്യമായിട്ടാണ് 9th B മലയാളം മീഡിയം. ദെൻ ഞങ്ങള് അപ്പുറത്ത് ലൈബ്രറി. ഇപ്പൊ അവിടെ എന്തൊക്കെയാന്ന് അറിയില്ല ഗൈസ്. അതിന്റെ അപ്പുറത്തുള്ള ഞങ്ങള് 10th ക്ലാസ്സിലെ നമുക്ക് അവിടെ പോയി കാണിച്ചു തരാം. അതാണ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇത് ഇവിടെ തമിഴ് മീഡിയം ആയിരുന്നു. അതനുസരിച്ച് നമ്മള് കളിച്ച സ്റ്റേജ് സ്കിറ്റ് കളിച്ച സ്റ്റേജ്. അതുപോലെ തന്നെ ബാക്കില് ലാബ് ഇവിടെ വെച്ചിട്ടാണ് നമ്മള് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങണേന്ന് തോന്നുന്നുണ്ട്, സ്റ്റേജിൽ വെച്ചിട്ട് അല്ലേ. അതെ, നമ്മള് ലെറ്റർ എഴുതിയിട്ട് പിന്നെ ഇതിപ്പോ വന്നത് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇതൊന്ന് മോഡിഫൈ ആയതില്ലേ കമ്പ്യൂട്ടർ ലാബൊക്കെ. പിന്നെ ഇത് നമ്മളെ തമിഴ് മീഡിയം ഞാൻ 8th ക്ലാസ്സിൽ ഇവിടെ ഉണ്ടായിരുന്നത്. 10th ക്ലാസ്സിലെ സമയത്ത് 10th ക്ലാസ് പബ്ലിക് എക്സാമിന്റെ സമയത്ത് ഞാൻ റബിബൊക്കെ ഇവിടെ നിന്ന് പഠിക്കാം. ഇവിടെ തിയേറ്ററിൽ പഠിക്കാം. അങ്ങനെ ഒരു ദിവസം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനും അശ്വി ഇരുന്ന് മലയാളം പഠിക്കാം കേട്ടോ. മലയാളം പഠിക്കുമ്പോൾ നമ്മള് മലയാളത്തില് ഒരു പാട്ടുണ്ട്, ഒരു വേർഡ് മീൻസ് ഒരു കഥ. കാരണം നിന്റെ കയ്യിൽ ഞാനിതാ ലജ്ജിതനായി തലവിളിക്കുന്നു, അങ്ങനെ ഒരു വേർഡ്. അത് നമ്മൾ പാട്ട് രൂപത്തിൽ പഠിക്കാം, ഉറക്കെ പഠിക്കുകയാണേ. കാരണം നിന്റെ കയ്യിൽ ഞാനിതാ ലജ്ജിതനായി തലവിളിക്കുന്നു. അങ്ങനെ പാട്ട് പോലെ പഠിച്ച് ടീച്ചേഴ്സ് കയറി വന്നിട്ട് ഞങ്ങൾ ഉറക്കെ പാടിക്കൊണ്ടിരിക്കാം. അങ്ങനെ കേട്ട് നല്ല ചീത്തയിട്ട് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നതൊക്കെ ഈ ക്ലാസ്സിൽ വെച്ചിട്ടിരുന്നു. അന്ന് ഇവിടെ അധികം ആരും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് സ്പെഷ്യൽ ക്ലാസ് എന്തായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പൊ വന്നതാണ് ഗൈസ്. മറ്റേ ആ കമ്പിയൊക്കെ അല്ലേ, അതൊന്നും ഇല്ലേനല്ലോ അവിടെ. ഈ മഴ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ചെറുതായിരുന്നു. ചെറുതായിരുന്നു. ഇപ്പൊ മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വലുതായില്ലേ.
ഇവിടെ നമ്മൾ ഇരുന്ന് പഠിക്കുക ആ സമയത്ത് ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സത്യം. ആ ബുക്ക് സോഷ്യൽ സയൻസ് ആണ് അന്ന് പഠിച്ചത്. അതൊക്കെ ബുക്കൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ പഠിക്കുകയും അവർക്ക് നൊസ്റ്റാൾജിയ ആയിരിക്കും. വിരലുകൾ ചേരാതെ വിധികളും ചേരാതെ അടരുകയാണിന്നീതോ മൃതിയുടെ കൽത്തുണ്ടിൽ പ്രണയമഭൂവി. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ യോഗ ചെയ്യുക. നമുക്കൊരു വെള്ളിയാഴ്ച ദിവസം ഒരു 12 മണിക്ക് യോഗ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ അസംബ്ലി നടക്കുന്ന സ്ഥലം, സ്റ്റേജ് ഇവിടെ വെച്ചിട്ട് പഠിച്ചതും എല്ലാം ഇവിടെ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മള് സ്റ്റേജ്, ഇവിടെ നമ്മള് മറ്റേ യോഗ ചെയ്യുന്നത് അല്ലേ. ഈ കല്ല് കണ്ടോ? ആ കല്ല് സൂം ചെയ്തൊന്ന് കാണിക്കണേ. ഈ കല്ലിൽ ഇരുന്നിട്ട് ഈ മതിലുണ്ട്, ആ മതിലിൽ വെച്ച് ഈ മതിലിനപ്പുറം ബോയ്സ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാനല്ല ഞങ്ങള് പല പ്രാവശ്യം അവിടേക്ക് ചെക്കന്മാരെ വാങ്ങി നോക്കിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം വാങ്ങി നോക്കിയിട്ടുണ്ട്. ഞങ്ങക്ക് സ്പോർട്സ് ഡേ വരുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കൂടെ ചെക്കന്മാരില്ലല്ലോ, അവിടെ നിന്നല്ലേ കാണാൻ പറ്റിയ. ഇവിടെ ഇരുന്നിട്ട് അവിടുന്ന് ചെക്കന്മാരുണ്ടല്ലോ ഈ മതിലിന്റെ അവിടുന്ന് ഇങ്ങനെ തല ഇട്ട് നിൽക്കും. തല മാത്രമേ കാണുള്ളൂ, തല ഒരു കൈ മാത്രം. എപ്പോഴും ഓർമ്മ ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം നമ്മൾ കേട്ടോ. 12 മണി സമയം, ആ ഒരു മണി സമയത്തും കണ്ട് ചെക്കന്മാര് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കാം. നമ്മളാ മതിലിന്റെ താഴെ കല്ല് വെച്ചിട്ട് അതിന്റെ മേലെ കയറി നോക്കും. നമ്മൾ അതിലും വലിയ വില്ലത്തികള്. കലോട് എല്ലാം തോന്നുന്നുണ്ട് കുട്ടികൾക്ക്. പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ അധികം ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കും. കാരണം ഇവിടുന്ന് ചെക്കന്മാർ അപ്പുറത്തേക്ക് കാണാം. ഇവിടെ കാടൊക്കെ പൊന്തി ഗൈസ് നോക്ക്. ഇവിടെ 2 കല്ലുണ്ട് കേട്ടോ. ഈ കല്ലിൽ ഇരുന്നിട്ട് നമ്മൾ അധികം പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മ ഉണ്ടോ? അത് ആ വലിയ കല്ല് ചോറ് തിന്നതേ നമ്മളാ കല്ലും ഇരുന്നിട്ടല്ലേ. വാരി തന്നതും ഞങ്ങള് കല്ലും ഇത് 2 കല്ലും പുല്ലൊക്കെ പൊന്തി ഗൈസ്. ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോ നല്ല രസമുള്ള 2 കല്ലായിരുന്നു. അപ്പൊ ഈ മതിലിന്റെ അപ്പുറം ബോയ്സ് സ്കൂളാണ് കാണുന്നത്. അത് അവിടെ കാണിട്ടുണ്ടെങ്കിൽ അത് നമ്മളവിടെ ഇവിടെ 9th ഉം 10th നമ്മൾ പഠിച്ചത്. +1 +2 പഠിച്ചത് നമ്മൾ ആ സ്കൂളിലായിരുന്നു. അവിടെ മിക്സ്ഡ് സ്കൂളായിരുന്നല്ലോ. അന്നത്തെ സമയത്ത് നല്ലത് ചീത്തതൊന്നുമില്ല. ഞങ്ങൾക്ക് ഏത് ചെക്കന്മാരെ കണ്ടാലും ഞങ്ങള് വായി നോക്കും. അത് ആ പ്രായല്ലേ അല്ലേ. ഞാൻ ഒരാളെ വായി നോക്കിയുള്ളൂ. എന്ത്? ഞാൻ ഒരാളെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നോണയാണ് കേസ്. ഇവിടെയുള്ള സാർമാരും കിളവന്മാരോടൊക്കെ എല്ലാരും നോക്കൂ. നല്ല രസമായിരുന്നു കേട്ടോ. ഈ കാണുന്ന മതിലില്ലേ, അതൊക്കെ ഭയങ്കര വലിയ ഓർമ്മ. പിന്നെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കുറേ കളികളൊക്കെ കളിച്ചൊരു എനിക്ക് ഓർമ്മ ഉണ്ട്. ഏറ്റവും വലിയ ഓർമ്മ എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കബഡി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിൽ. അത് ആ ഗ്രൗണ്ടിലല്ല, ഇവിടെ. അത് സാറ് വന്നിട്ട് ഞങ്ങളോട് കബഡി കളിക്കാനും വരുന്നോന്ന് ചോദിച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 2 ആളും കൂടി പോയതാ. നമ്മൾ 2 ആളും ഒരു ടീമല്ലേനോ. എന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ട അവിടുന്ന്. നല്ല കളിക്കണ കുട്ടികളെ ടീമിൽ നീ ഇറങ്ങിപ്പോന്ന് തമിഴിൽ അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞു. നല്ല പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് കളിച്ചോണ്ട് നിൽക്കണ കബഡി നിർത്തി വെച്ചിട്ട് ഞങ്ങളോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. അതെ, ഞങ്ങളൊരു ഈ കൂട്ടിൽ കോഴിയുണ്ടോ ആ കളിയായിരുന്നു അല്ലേ. ഇപ്പൊ ഇവിടെ കുറെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ബേക്കിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ബേക്കിൽ കുറെ പുല്ലൊക്കെ. പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോ ഇവിടെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ പുല്ല് ഈ സ്ഥലത്തൊക്കെ നമ്മള് തിരിച്ചിങ്ങനെ നടക്കുന്നു. ഇപ്പൊ ഇതൊക്കെ ഒഴിവാക്കി, ഇപ്പൊ പുല്ലായിട്ട് അങ്ങോട്ട് കാണണ്ടെന്ന്. ഇവിടെ എക്സിബിഷൻ ഒക്കെ ഉണ്ടാവും. എക്സിബിഷന് പല സ്കൂളിൽ നിന്നും പല സ്ഥലത്തു നിന്നും ഒക്കെ കുട്ടികൾ വരും. ഞങ്ങൾക്ക് അന്ന് ചാകരേനില്ലേ, ഞങ്ങള് മെയിനേനു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറെ നല്ല നല്ല ഓർമ്മകളുള്ള ഒരു സ്കൂളാട്ടോ. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 6-7 8 വർഷമായില്ലേ. എന്നിട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കാണുമായിരുന്നു. ഞാൻ ഇവള് പനഞ്ചര പഠിക്കാൻ പോണ സമയത്ത് ഞാൻ ഇവളങ്ങനെ കാണും. അപ്പൊ എനിക്ക് ഇവളെ അറിയില്ല ആരാണെന്ന്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാം. അതെ ശരി, അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ. അപ്പോ എന്തെല്ലാം തീ തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ വന്നിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് ആയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യണ്ടോ. ആ ബോയ്സ് സ്കൂളിൽ പഠിച്ച ചെക്കന്മാരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ആ നഗ്നമായ സത്യം ഇൻസാനെ പറഞ്ഞിരിക്കുന്നു. വായി നോക്കാറുണ്ട്. ഇൻസാന്റെ ആരാധകർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാനുള്ള വക ഇന്ന് ഇൻസാനെ തന്നിട്ടുണ്ട്. ഇൻസാനെ വായി നോക്കാറുണ്ട്. അങ്ങനെ ഇന്നതൊന്നുമില്ല, കുറെ നോക്കിയിട്ടുണ്ട്. നമ്മൾ വായി നോക്കാറുണ്ട്. പക്ഷെ നല്ല വായി നോക്കല്ലേ നമ്മൾ നോക്കിട്ടോ. അങ്ങനെയൊന്നുമില്ല, നല്ല രസമായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ഓർമ്മയിടാ. അങ്ങനെ എന്താ പറയാ, ഞാൻ ആരും നോക്കില്ല കേട്ടോ. ഇത് ഇപ്പച്ചി കാണുവേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരും നോക്കാറില്ല കേട്ടോ. ഞാൻ വീഡിയോ ഉള്ളതുകൊണ്ട് കേട്ടോ. ഞാൻ അറിയാലോ കൂടെ നമ്മളെ ഒരു കുട്ടികളുടെ സ്വഭാവം. ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് അതാ നോക്കിയത്. ഓരോ സ്വഭാവമായിരിക്കും നമ്മളെ സ്വഭാവം. ആരൊക്കെ പറയില്ലേ, സെയിം ആണ്. ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ എടുക്കാറില്ല. ഇല്ല, ഞങ്ങള് പിന്നെ കൊറേ സ്കിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാൻസ് ഇവിടെ അങ്ങനെ നമ്മള് പ്രണയം അങ്ങനൊന്നും നമ്മളങ്ങനെ അലമ്പൊന്നും അതിനില്ല. ഇവിടെ ഫുള്ള് പെൺകുട്ടികളാണ്. ചെറിയൊരു സങ്കടമായില്ലേ ആൺകുട്ടികളില്ലാത്തതില്. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ, ഈ ഒരു സ്കൂളില് എനിക്ക് ഇമ്പോർട്ടന്റ് ഫ്രണ്ട്സ്. അതായത് നമ്മളെ ഫ്രണ്ട്സ് ആണ് എല്ലാം. ആ ഒരു സംഭവം അന്നത്തെ ഒരു രസം തന്നെ. 23 എങ്ങാണ്ടിരുന്നുണ്ടായി നമ്മൾ പഠിക്കുമ്പോൾ. ഇവിടെ വന്നിട്ട് നമ്മൾ കുറെ നാടകം കളിച്ചിരിക്കണം. അതിന്റെ സ്കിറ്റ് അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ സ്കിറ്റിന്റെ ഒരു വീഡിയോ എന്റെ അടുത്ത് ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ
ചെയ്യാം, ആ. കാണണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാരെ ഇന്റർനാഷണൽ ഏറ്റവും award. കോമഡി എന്താ അറിയോ, ഇവിടെ നമ്മള് നാടകം, ഞാനും റബീബയാണ് അധികം ഞങ്ങൾ ഇവിടെ സ്കിറ്റ് കളിക്കാട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കളിച്ചൊരു സ്കിറ്റ് ഉണ്ട്, അത് ഈ ഒരു മഴയത്ത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്റ്റേജിൽ കയറി സ്കിറ്റ് കളിച്ചത്. അതെ. അവിടെ വെച്ചിട്ട് റബീബ റിസ്വാനും ഞാൻ റിസ്യം കണ്ടിരുന്നു. അപ്പൊ റബീബ മുണ്ടു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, മുണ്ടു ഷർട്ടാണ് ഇട്ടിരിക്കണേ. എന്നിട്ട് സ്റ്റേജിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റബീബ മുണ്ട് ഇങ്ങനെ പൊക്കിയതാണ്, മുണ്ട് കഴിഞ്ഞു പോയി. പൊക്കിയതല്ല ഗൈസ്, ഞാനത് കുറച്ച് ഓവർ ആക്കാൻ വേണ്ടിട്ട് അത് മുടക്കി കുത്താൻ നോക്കിയതാണ്. പക്ഷെ ഞാൻ അടിയിൽ പാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇന്നും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഒരു ടീച്ചർ ഉണ്ട് കേട്ടോ, ആ ടീച്ചർ നമ്മളത് ചോദിച്ചെന്താ അറിയോ, അന്ന് സ്കിറ്റിന്റെ ഇടയിൽ മുണ്ടൂരി പോയതല്ലേ ഇത്, അതല്ലേ നമ്മൾ രണ്ടുപേരും അന്ന് ആ ഒരു ഇയർ ഫുള്ള് ഇവിടെ എനിക്ക് എന്താ പേരെന്നറിയോ, മുണ്ടൂരി. അതെ, ആ മുണ്ട് കണ്ടിട്ട് ഒരാൾക്ക് റഹ്മാനോട് ക്രഷ് വരെ അടിച്ചിക്കണേ. മഴ ഇത് ഇവിടെ കുറയാനായിട്ടുണ്ട്, നമുക്ക് എന്നാ പോവല്ലേ? പോവാ